ഈശോയിലേറെ സ്നേഹമുള്ളവരെ, ഇന്ന് ഒക്ടോബർ മാസം 22-ാം തീയതി പരിശുദ്ധ കത്തോലിക്കാ തിരുസഭ ഇന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഓർമ്മ തിരുനാൾ കൊണ്ടാടുന്നു. ഈ വിശുദ്ധന്റെ പ്രത്യേകമായ മാധ്യസ്ഥ്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത മേഖലയിൽ എന്നും അനുഗ്രഹമായി കൂടെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഇന്ന് ഒക്ടോബർ മാസം 22-ാം തീയതി പരിശുദ്ധ കത്തോലിക്കാ തിരുസഭ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഓർമ്മ തിരുനാൾ കൊണ്ടാടുന്നു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയായി 1978 സ്ഥാനാരോഹണം ചെയ്ത കരോൾ ജോസഫ് വോയ്റ്റ്യുവ 1920 മെയ് 18 കരോൾ വോയ്റ്റ്യുവയുടെയും എമീല കാക്സോറോക്സയുടെയും മൂന്നാമത്തെ കുട്ടിയായി പോളണ്ടിലെ ക്രാക്കോവ് എന്ന ചെറിയ പട്ടണത്തിൽ ജനിച്ചു. 1920 ജൂൺ 20 മമോദീസ സ്വീകരിച്ച ജോസഫ് വോയ്റ്റ്യുവ 9-ാമത്തെ വയസ്സിൽ ആദ്യ കുർബാനയും 18-ാമത്തെ വയസ്സിൽ സ്ഥൈര്യലേപനവും സ്വീകരിച്ചു. 21 വയസ്സായപ്പോഴേക്കും തന്റെ മാതാപിതാക്കളും പ്രിയപ്പെട്ട സഹോദരങ്ങളും മൺമറഞ്ഞതിനാൽ കരോൾ തനിച്ചായി. ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവും നിരവധിയായ സൗഹൃദങ്ങളും അദ്ദേഹത്തിന് കരുത്തായി. 2-ാം ലോകമഹായുദ്ധകാലത്ത് അന്നു വേണ്ട അപ്പത്തിനു വേണ്ടി പാറമടയിലും സ്ലോവേക് കെമിക്കൽ കമ്പനിയിലും ജോലി ചെയ്ത വോയ്റ്റ്യുവ 1942 തന്റെ ദൈവവിളി തിരിച്ചറിഞ്ഞു. ഹിറ്റ്ലറുടെ നാസി പട്ടാളം പോളണ്ടിനെ കീഴടക്കിയിരുന്ന വർഷങ്ങളിൽ അദ്ദേഹം രഹസ്യമായി വൈദിക പരിശീലനം നടത്തി. 1946 നവംബർ 1 ക്രാക്രോവിൽ വെച്ച് ആർച്ച് ബിഷപ്പ് സഫീഹായിൽ നിന്നും വൈദിക പട്ടം സ്വീകരിച്ചു. തുടർന്ന് പല ഇടവകകളിൽ വൈദികനായി സേവനം ചെയ്തു. റോമിൽ നിന്നും വിശ്വാസം കുരിശിന്റെ വിശുദ്ധ യോഹന്നാന്റെ വീക്ഷണത്തിൽ എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടി. 1958 ജൂലൈ 4 പിയൂസ് 12-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ ഓംബി രൂപതയുടെ സ്ഥാനിക മെത്രാനായും ക്രാക്കോവ് അതിരൂപതയുടെ സഹായമെത്രാനായും നിയമിച്ചു. 1958 സെപ്റ്റംബർ 28 അദ്ദേഹം മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു. അദ്ദേഹം 2-ാം വത്തിക്കാൻ കൗൺസിലിൽ പങ്കെടുക്കുകയും മതസ്വാതന്ത്ര്യം, സഭ ആധുനിക ലോകത്തിൽ എന്നീ പ്രമാണരേഖകളുടെ രചനയിൽ സുപ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തു. ഏതാനും വർഷങ്ങൾക്ക് ശേഷം 1964 ജനുവരി 13 പോൾ 6-ാമൻ മാർപ്പാപ്പ ക്രാക്കോവിലെ മെത്രാപ്പോലീത്തയായി അദ്ദേഹത്തെ നിയമിക്കുകയും 1967 ജൂൺ 26 കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്തു. 1978 ഒക്ടോബർ 16-ാം തീയതി കർദിനാളന്മാരുടെ സംഘം കരോൾ ജോസഫ് വോയ്റ്റ്യുവയെ തിരുസഭയുടെ 264-ാമത്തെ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കുകയും ഒക്ടോബർ 22-ാം തീയതി അദ്ദേഹം ജോൺ പോൾ രണ്ടാമൻ എന്ന നാമധേയം സ്വീകരിക്കുകയും ചെയ്തു. യുവജനങ്ങളോട് അഗാധമായ സ്നേഹം പുലർത്തിയ മാർപ്പാപ്പ ലോക യുവജന ദിനങ്ങൾ സംഘടിപ്പിച്ചു. അദ്ദേഹത്തിന്റെ കാലയളവിൽ 19 ലോക യുവജന ദിനങ്ങൾ കൊണ്ടാടിയിട്ടുണ്ട്. കുടുംബങ്ങളുടെ പ്രത്യേക പരിഗണന ഉണ്ടായിരുന്ന മാർപ്പാപ്പ 1994 അഖില ലോക കുടുംബ സമ്മേളനം വിളിച്ചുകൂട്ടിയിട്ടുണ്ട്. കത്തോലിക്കാ സഭയ്ക്ക് ഏറ്റവും കൂടുതൽ വിശുദ്ധരെയും വാഴ്ത്തപ്പെട്ടവരെയും ലഭിച്ചത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലത്താണ്. അദ്ദേഹം 1338 പേരെ വാഴ്ത്തപ്പെട്ടവരായും 482 പേരെ വിശുദ്ധരായും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശുദ്ധ കൊച്ചുത്രേസ്യയെ വേദപാരംഗതയായി ഉയർത്തിയതും ജോൺ പോൾ മാർപ്പാപ്പ തന്നെയാണ്. കാലത്തിനൊത്ത് സഭയെ നയിച്ച അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങളും ഈടുറ്റവയാണ്. 14 ചാക്രിയ ലേഖനങ്ങളും 15 അപ്പസ്തോലിക ഉദ്ബോധനങ്ങളും 11 അപ്പസ്തോലിക നിയമസംഹിതകളും 45 അപ്പസ്തോലിക ലേഖനങ്ങളും അദ്ദേഹം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കൂടാതെ നിരവധി ഗ്രന്ഥങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. നീണ്ട 27 വർഷം പത്രോസിന്റെ പിൻഗാമിയായ തിരുസഭയെ നയിച്ച ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 2005 ഏപ്രിൽ 2-ാം തീയതി ഈ ലോകം വിട്ട് തന്റെ പിതാവിങ്കിലേക്ക് യാത്രയായി. അദ്ദേഹത്തിന്റെ മരണശേഷവും അദ്ദേഹം വഴി ദൈവം ലോകത്തിൽ പ്രവർത്തിക്കുന്നു. അതിനുള്ള സഭ അംഗീകരിച്ച ഏറ്റവും വലിയ സാക്ഷ്യമാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മധ്യസ്ഥതയിൽ ഫ്രഞ്ചുകാരി സിസ്റ്റർ മാരി സിമോൺ പീറെ നോർമണ്ട് എന്ന 49-കാരിക്ക് പാർക്കിൻസൺസ് എന്ന രോഗത്തിൽ നിന്ന് അത്ഭുതകരമായി വിമുക്തി ലഭിച്ചു എന്നത്. ഈ അത്ഭുതത്തിന്റെ അടിസ്ഥാനത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ 2011 മെയ് 1 അദ്ദേഹത്തിന്റെ പിൻഗാമിയായ ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ട ഗണത്തിലേക്ക് ഉയർത്തി. ഫ്രാൻസിസ് മാർപ്പാപ്പ,
ജോൺ ബോൾ രണ്ടാമനെ 2014 ഏപ്രിൽ 27 വിശുദ്ധ ഗണത്തിലേക്കും ഉയർത്തി. വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പ്രത്യേകമായ മാധ്യസ്ഥ്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത മേഖലയിൽ ഉണ്ടാവട്ടെ എന്ന് നമുക്കിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വിശുദ്ധ ജോൺ ബോൾ മാർപ്പാപ്പയെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയമങ്ങളെ വിശുദ്ധമാക്കുവാൻ ഞങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.